തലമുറ മാറ്റം സംഭവിച്ച കേരളത്തിലെ പ്രതിപക്ഷത്തിനും ഇന്ന് 4ാം വാർഷികമാണ്. തുടർച്ചയായി 2ാം തവണയും പ്രതിപക്ഷത്തിരിക്കുന്ന UDF നിരവധി ആരോപണങ്ങളാണ് ഇക്കാലയളവിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ കഴിഞ്ഞ പ്രതിപക്ഷ കാലയളവ് പോലെ ശ്രദ്ധേയമായ സമരങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എന്നത് ഒരു പോരായ്മയാകുന്നു. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി VD സതീശനെ നിയമിച്ചത് സർക്കാരിനെതിരെ പോരാടാനുള്ള രണ്ടും കൽപ്പിച്ചുള്ള കോൺഗ്രസിന്റെ നീക്കമായിരുന്നു. നിയമസഭയ്ക്കകത്ത് VD സതീശൻ രമേശ് ചെന്നിത്തലയേക്കാൾ വാക്കുകളുടെ മൂർച്ച കൊണ്ട് ശ്രദ്ധേയനായി. എന്നാൽ സഭയ്ക്ക് പുറത്ത് രമേശ് ചെന്നിത്തലയോളം മികവ് പുലർത്താനായോ എന്ന് സംശയം. തുടർഭരണമുണ്ടായെങ്കിലും ഒന്നാം പിണറായി സർക്കാരിന് U-ടേൺ സർക്കാർ എന്ന പരിഹാസം കോൺഗ്രസ് അണികൾക്കിടയിൽ നേരിട്ടിരുന്നു. രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ വിജയം കണ്ടതായിരുന്നു അതിന് കാരണം. കടൽക്കൊള്ളയും IT ആക്ട് ഭേദഗതിയും പ്രസാദിയോയും അടക്കം സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ വിഷയങ്ങൾ നിരവധിയുണ്ടായിരുന്നു. 2ാം പിണറായി സർക്കാരിനെതിരെ അത്ര മൂർച്ചയേറിയ ആയുധങ്ങൾ പ്രതിപക്ഷത്തിന് ലഭിച്ചില്ല. സ്വർണ്ണക്കടത്തും മുഖ്യമന്ത്രിയുടെ മകളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ഉയർന്നു വന്നെങ്കിലും അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് പ്രതിപക്ഷത്തിന് അവകാശപ്പെടാനും കഴിയില്ല. എന്നാൽ ബ്രൂവറിയും K-ഫോണും AI ക്യാമറ വിവാദവും PPE കിറ്റ് അഴിമതിയും KFC നിക്ഷേപ വിവാദവും KCB കരാറുമെല്ലാം പ്രതിപക്ഷം ഉയർത്തി. സർക്കാരിനെ വിമർശിക്കുന്നത് സർക്കാർ തകർത്തു, തരിപ്പണമാക്കി. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ അല്ലേ, ജനങ്ങൾ പ്രതിസന്ധിയിലാവുമ്പോൾ അവരാഗ്രഹിക്കും ആ ഗവൺമെന്റിന്റെ പ്രസൻസ്, സാന്നിധ്യം. ഇല്ല, സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. ധനപ്രതിസന്ധിയും അതിനിടയിലെ സർക്കാരിന്റെ ദൂർത്തുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറ്റൊരായുധം. സംസ്ഥാനത്തെ ലഹരി വ്യാപനവും വന്യജീവി അക്രമവും പ്രതിപക്ഷം ഉയർത്തി. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയായത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ആശാവർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണ നൽകിയെങ്കിലും സ്വന്തം നിലയിൽ ഏറ്റെടുക്കാൻ കഴിയാത്തതിൽ ഇപ്പോൾ പ്രതിപക്ഷം ദുഃഖിക്കുന്നുണ്ടാവും. പ്രതിപക്ഷ നേതാവും പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ ഇടയ്ക്കിടെ മറനീക്കി പുറത്തുവന്നു. ഇതിനിടെ നവകേരള സദസ് ഉൾപ്പെടെ സർക്കാർ പരിപാടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. സർക്കാർ തികഞ്ഞ പരാജയം. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം വളരെയേറെ തൃപ്തികരമാണ്, കുറ്റമറ്റതാണ്, മാതൃകാപരമാണ്. സർക്കാരിനെ ജനങ്ങളുടെ മുൻപിൽ കുറ്റവിചാരണ ചെയ്യാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടത്തിയല്ലോ, അതിനെതിരെ കരിങ്കൊടി പോലും ഈ സർക്കാരിന് ഇഷ്ടപ്പെടാത്ത, അതുപോലും വലിയ അലോസരം ഉണ്ടാക്കുന്നു. ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ, പ്രക്രിയയിൽ, സംവിധാനത്തിൽ ഒരു പ്രൊട്ടസ്റ്റ്, കരിങ്കൊടിയെ പോലും അവർ സമചിത്തതയോടെ കാണുന്നില്ല. എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രിക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടി നൽകുന്നതിൽ പ്രതിപക്ഷ നേതാവ് വിജയിച്ചു. സർക്കാരിന് മാത്രമല്ല പ്രതിപക്ഷത്തിനും ഇനിയുള്ള ഒരു വർഷക്കാലം നിർണായകമാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷമെന്ന് ബോധ്യപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പ് വർഷം ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. സലിം മാലിക്, 24, തിരുവനന്തപുരം.